നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 26-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്നാളിൽ അവർ യഹൂദദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ട് നിലംപരിചാക്കി പൊടിയിൽ ഇട്ടുകളഞ്ഞിരിക്കുന്നു. കാൽ അതിനെ ചവിട്ടിക്കളയും. എളിയവരുടെ കാലുകളും ദരിദ്രന്മാരുടെ കാലടികളും തന്നെ. നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു, നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു. അതേ യഹോവേ, നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കയില്ല. നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും. യഹോവയുടെ മഹത്വം അവൻ കാണുകയും ഇല്ല. യഹോവേ, നിന്റെ കൈ ഉയർന്നിരിക്കുന്നു, അവരോ കാണുന്നില്ല. എങ്കിലും ജനത്തെക്കുറിച്ചുള്ള നിന്റെ തീഷ്ണത അവർ കണ്ട് ലജ്ജിക്കും. നിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും. യഹോവേ, നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും. ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീയല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ടെന്നാൽ നിന്നെ മാത്രം, നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. മരിച്ചവർ ജീവിക്കുന്നില്ല, മൃതന്മാർ എഴുന്നേൽക്കുന്നില്ല. അതിനായിട്ടല്ലോ നീ അവരെ സന്ദർശിച്ച് സംഹരിക്കുകയും അവരുടെ ഓർമ്മയെ അശേഷം ഇല്ലാതാക്കുകയും ചെയ്തത്. നീ ജനത്തെ വർദ്ധിപ്പിച്ചു യഹോവേ, ജനത്തെ നീ വർദ്ധിപ്പിച്ചു. നീ മഹത്വപ്പെട്ടിരിക്കുന്നു. ദേശത്തിന്റെ അതിരുകളെയെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു. യഹോവേ, കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു. യഹോവേ, പ്രസവം അടുത്തിരിക്കുന്ന ഗർഭിണി നോവുകിട്ടി തൻ്റെ വേദനയിൽ നിലവിളിക്കുന്നത് പോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ആയിരുന്നു. ഞങ്ങൾ ഗർഭം ധരിച്ചു നോവുകിട്ടി പ്രസവിച്ചാറേ, കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരുന്നു. ദേശത്തൊരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, ഉപവാസികൾ പിറന്നു വീണതുമില്ല. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. എൻ്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്ക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കുകയും ഇല്ല. വളരെ പ്രസിദ്ധങ്ങളായ ധാരാളം വാക്യങ്ങളുള്ള ഒരധ്യായമാണ് യെശയ്യാപ്രവചനം 26-ാം അധ്യായം. അതിലെ 3-ാം വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. 4-ാം വാക്യം, യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. 13-ാം വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീയല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്. എന്നാൽ നിന്നെ മാത്രം, നിന്റെ നാമത്തെ മാത്രം ഞങ്ങൾ സ്വീകരിക്കുന്നു. 19-ാം വാക്യം, നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. വീണ്ടെടുക്കപ്പെട്ടവർ ദൈവരാജ്യത്തിൽ പാടാൻ യെശയ്യാവ് രചിച്ച പാട്ടോടെയാണ് 1-ാം വാക്യം ഈ അധ്യായം ആരംഭിക്കുന്നത്. യഹൂദയിലെ യെരുശലേം അന്ന് ദൈവരാജ്യത്തിൻ്റെ ആസ്ഥാനം ആയിരിക്കും. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ ഈ ഭൂമിയിൽ
പൂർണ്ണ സമാധാനം അനുഭവിക്കുന്നത് പോലെ ദൈവരാജ്യത്തിലെ നിത്യസമാധാനവും അനുഭവിക്കുമെന്നാണ്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ ധാരാളം പാട്ടുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളതാണ്. യഹോവയാകിൽ ശാശ്വതമായ ഒരു പാറ ഉണ്ട് എന്നുള്ള ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും മനോഹരങ്ങളായ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവജനത്തെ ഉപദ്രവിച്ച രാഷ്ട്രങ്ങളെ ദൈവം തറ പറ്റിച്ചു, അവരുടെ പട്ടണങ്ങളെ ചവിട്ടി മെതിക്കുവാൻ ദൈവം തന്റെ ഭക്തന്മാർക്ക് അവസരം നൽകുകയാണ്. അത് ദൈവരാജ്യത്തിലാണ് പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നത്. 12-13 വാക്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉള്ള ഇസ്രായേൽ തങ്ങൾ മുമ്പ് ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവരാജ്യത്തിനായി ഒരുങ്ങുകയാണ്. 17-18 വാക്യങ്ങൾ ജാതികളെ ദൈവരാജ്യത്തിനായി പ്രസവിക്കാൻ കഴിയാത്തതോർത്ത് ഇസ്രായേല് ദുഃഖിക്കുകയാണ്. എന്നാൽ ദൈവം ന്യായവിധി മൂലം ജാതികളെ പാഠം പഠിപ്പിച്ചു എന്ന് 9 വാക്യവും 15 വാക്യവും പറയുന്നു. കർത്താവിന്റെ വരവിങ്കൽ രക്ഷിക്കപ്പെട്ടു മരിച്ചവർ ഉയർക്കുന്ന ആ പ്രത്യാശയുടെ കാര്യമാണ് 19 വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ അതോട് ചേർന്ന് രക്ഷിക്കപ്പെടാത്തവരും ഉയർക്കുമെങ്കിലും അവര് ന്യായവിധിയിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് വന്നത്. പക്ഷേ അതിന് ഭൂമിയിലെ പാപം നീങ്ങപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. ദൈവരാജ്യത്തിനായി മനുഷ്യർ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അതിനാണ് അവരുടെ ശിക്ഷ താൻ കാൽവറിയിൽ ഏറ്റെടുത്ത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. ആ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുന്നു. അതുകൊണ്ട് യഹൂദന്മാർ മാത്രമല്ല, അല്ലാത്തവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവരാജ്യം വരാറായി. അതിൻ്റെ അടയാളങ്ങളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സകല ദുഃഖങ്ങളും കണ്ണുനീരും മാറി നിത്യാനന്ദം, നിത്യസമാധാനം ദൈവരാജ്യത്തിൽ അനുഭവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. നിന്റെ രാജ്യം വരണമേ എന്നുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന അത് പൂവണിയും. ആ പ്രത്യാശയോടെ നമുക്ക് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.